നമസ്കാരം, ഞാൻ ടോണി. CCTV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്ത. മുണ്ടൂരിൽ നിയന്ത്രണം വിട്ട കാർ മതിലിലിടിച്ച് വീട്ടമ്മ മരിച്ചു. 2 പേർക്ക് പരിക്ക്. ഒരാളുടെ നില ഗുരുതരം. മരിച്ചത് കുളത്തുപുഴ സ്വദേശിനി ഷെരീഫ. ഡ്രൈവർ ഉറങ്ങിയതാണ് അപകട കാരണമെന്ന നിഗമനം. ചാവക്കാട് തിരുവത്ര പുതിയറിൽ വലിയ മുഴക്കത്തോടെ ഉണ്ടായ പ്രകമ്പനം. സ്ഥലത്ത് ജിയോളജിക്കൽ വകുപ്പ് സന്ദർശനം നടത്തി. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ജില്ലാ മൈനിങ് ആൻഡ് ജിയോളജി വിഭാഗത്തിലെ ഡോക്ടർ AK മനോജ്. കടമെടുത്ത സംസ്ഥാനത്തെ കടക്കെണിയിലാക്കുക എന്നതാണ് പിണറായി സർക്കാരിന്റെ മുഖമുദ്രയെന്ന് BJP സംസ്ഥാന വക്താവ് അഡ്വക്കേറ്റ് VP ശ്രീ പത്മനാഭൻ. തകർന്ന് തരിപ്പണമായ തൃശൂർ കുന്നംകുളം റോഡ് പുനർനിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് BJP ജില്ലാ കമ്മിറ്റി ചൂണ്ടലിൽ സംഘടിപ്പിച്ച ഏകദിന ഉപവാസ സമരത്തിന് സമാപനം. വാർത്തകൾ വിശദമായി. മുണ്ടൂരിൽ നിയന്ത്രണം വിട്ട കാർ മതിലിലിടിച്ച് സ്ത്രീ മരിച്ചു. 2 പേർക്ക് പരിക്കേറ്റു. ഒരാളുടെ നില ഗുരുതരമാണ്. തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയിൽ മുണ്ടൂരിലെ പെട്രോൾ പമ്പ് പരിസരത്താണ് നിയന്ത്രണം വിട്ട കാർ വീട്ടുമതിലിൽ ഇടിച്ചു കയറിയുള്ള അപകടം നടന്നത്. അപകടത്തിൽ കാർ യാത്രികയായ സ്ത്രീയാണ് മരിച്ചത്. കൊളത്തുപുഴ സ്വദേശിനി ഷെരീഫയാണ് മരിച്ചത്. 53 വയസ്സാണ്. കാറിനുള്ളിൽ ഉണ്ടായിരുന്ന 3 പേരിൽ കുളത്തൂപ്പുഴ സ്വദേശികളായ ഫൈസൽ, ഷെരീഫ് എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇതിൽ ഷെരീഫിന്റെ നില ഗുരുതരമാണ്. ഫൈസലിന് പരിക്കുകളുണ്ടെങ്കിലും അപകടനില തരണം ചെയ്തതായി ഡോക്ടർമാർ അറിയിച്ചു. തൃശൂർ ഭാഗത്തു നിന്നും കുന്നംകുളം ഭാഗത്തേക്ക് സഞ്ചരിച്ചിരുന്ന വാഗണർ കാറാണ് അപകടത്തിൽപ്പെട്ടത്. ഇന്ന് പുലർച്ചെ 5:30യോടെയാണ് അപകടമുണ്ടായത്. ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകടകാരണമെന്നാണ് പ്രാഥമിക നിഗമനം. പേരാമംഗലം പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. ഷെരീഫയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്തുന്നതിനായി മുളങ്കുന്നത്തുകാവ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. CCTV ന്യൂസ്, കേച്ചേരി. ചൂണ്ടൽ സെന്ററിലെ സിഗ്നലിൽ ബസ്സും ഓട്ടോ ടാക്സിയും കൂട്ടിയിടിച്ച് ചൊവ്വനൂർ സ്വദേശിനിക്ക് പരിക്ക്. ചൊവ്വനൂർ പുളിച്ചാം വീട്ടിൽ ലൈലയ്ക്കാണ് പരിക്കേറ്റത്. രാവിലെ 11 മണിയോടുകൂടിയായിരുന്നു അപകടം. കുന്നംകുളം തൃശൂർ റൂട്ടിൽ സർവീസ് നടത്തുന്ന ക്രസന്റ് ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. തൃശൂർ ഭാഗത്തു നിന്ന് കുന്നംകുളം ഭാഗത്തേക്ക് വരികയായിരുന്ന ബസ്സും ചൂണ്ടൽ സിഗ്നലിൽ നിന്ന് ഗുരുവായൂർ റോഡിലേക്ക് തിരിയുകയായിരുന്ന ഓട്ടോ ടാക്സിയും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു. പരിക്കേറ്റ ലൈലയെ കുന്നംകുളം നന്മ ആംബുലൻസ് പ്രവർത്തകർ മലങ്കര മെഡിക്കൽ മിഷൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തിൽ ബസിന്റെ മുൻവശവും ഓട്ടോ ടാക്സിയുടെ ഒരു വശവും ഭാഗികമായി തകർന്നു. ഭാഗികമായി തടസ്സപ്പെട്ട ഗതാഗതം കുന്നംകുളം പോലീസ് സ്ഥലത്തെത്തി പുനഃസ്ഥാപിച്ചു. സിഗ്നലിൽ പലപ്പോഴും വാഹനങ്ങൾ അശ്രദ്ധമായി വാഹനം ഓടിക്കുന്നതും സ്വകാര്യ ബസ്സുകളുടെ ഉൾപ്പെടെ നിയമലംഘനവും അപകടങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. ചാവക്കാട് തിരുവത്ര പുതിയറയിൽ വലിയ മുഴക്കത്തോടു കൂടിയുണ്ടായ പ്രകമ്പനം സംഭവിച്ച സ്ഥലത്ത് ജിയോളജിക്കൽ വകുപ്പ് സന്ദർശനം നടത്തി. ആശങ്കപ്പെടേണ്ട സാഹചര്യം നിലവിലില്ലെന്ന് ജില്ലാ മൈനിങ് ആൻഡ് ജിയോളജി വിഭാഗത്തിലെ ഡോക്ടർ AK മനോജ് പറഞ്ഞു. ഭൂമിക്കടിയിൽ സാധാരണഗതിയിൽ നിരവധി ചലനങ്ങൾ ഉണ്ടാകും. ഇത് ഭൂചലനവുമായി ബന്ധമില്ലെന്നും കൂടുതൽ പരിശോധനകൾ നടത്തിയാലേ കാര്യങ്ങൾ അറിയാൻ കഴിയുകയുള്ളൂ എന്നും അദ്ദേഹം പറഞ്ഞു. ഈ മേഘവിസ്ഫോടനമാണ് ഇപ്പോൾ നടക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ചെറിയ മണിക്കൂറിന് വലിയ മഴ പെയ്യും. ഈ മഴ പെയ്ത വെള്ളത്തിനെ ഇവിടേക്ക് ഒതുക്കുന്നതാണ്. ഭൂമി അതിനോട് ചെറിയ സംവിധാനങ്ങൾ ഒരുക്കി വിടാമെന്ന് മാത്രമേ. അത് ഈ താഴ്ന്ന പ്രദേശങ്ങളിൽ അല്ലെങ്കിൽ ഈ മണലിൻ്റെ അംശം കൂടുതലുള്ള തറ ദൃഢമല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ ഈ ചെറിയ ഇതിൽ വരുമ്പോൾ ചെറിയ ഷേക്ക് ഉണ്ടാവും. ആ ഷേക്ക് ഭൂമി വീടുകളിലേക്കൊക്കെ വ്യാപിക്കുന്നത് മാത്രമേ ഉള്ളൂ. കാരണം ഇത് ഈ പ്രദേശങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ ഒരു തറയിൽ പോലും നമ്മൾ അങ്ങനെ ഭൂമി വിണ്ടർന്ന സാധനം എവിടെയെങ്കിലും അങ്ങനത്തെ ഒരു പ്രതിഭാസം ഇവിടെ കണ്ടിട്ടില്ല. അപ്പം അത് ചെറിയ ചലനങ്ങളുടെ ഭാഗമായിട്ട് ഈ തീവ്ര മഴ പെയ്യുമ്പോൾ അതിന് ഒതുക്കാൻ പ്രകൃതി അപകടാവസ്ഥയൊന്നും നൽകും. ഒരു പ്രശ്നമില്ല, അങ്ങനത്തെ ഒരു കുഴപ്പമൊന്നുമില്ല. ആരും അങ്ങനെ പഠിക്കും. ചാവക്കാട് തഹസിൽദാർ TP കിഷോറിന്റെ നേതൃത്വത്തിൽ ജില്ലാ ജിയോളജിസ്റ്റ് ഡോക്ടർ AK മനോജ്, ഹൈഡ്രോ ജിയോളജിസ്റ്റ് K ലീന, അസിസ്റ്റന്റ് ജിയോളജിസ്റ്റ് തുളസി രാജൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരിശോധന നടത്തിയത്. 2 ക്വാർട്ടേഴ്സിലെ ചുമരുകളിലാണ് പ്രകമ്പനത്തെ തുടർന്ന് വിള്ളൽ ഉണ്ടായിട്ടുള്ളത്. പുതിയറ RC മുഹമ്മദ് അലിയുടെ ഉടമസ്ഥതയിലുള്ള ക്വാർട്ടേഴ്സിലെ 3 മുറികളിലും താഴത്ത് സലാമിന്റെ ഉടമസ്ഥതയിലുള്ള 2 മുറിയിലും ആണ് വിള്ളൽ സംഭവിച്ചിട്ടുള്ളത്. കേരൻ്റകത്ത് ഫൈസലിന്റെ വീടിന്റെ ചുമരിലും വിള്ളൽ സംഭവിച്ചിട്ടുണ്ട്. ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് ഉൾപ്പെടെയുള്ള നഗരസഭാ അധികൃതരും ഒപ്പമുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം വയനാട്ടിലും മറ്റ് സമീപ ജില്ലകളിലും ഉണ്ടായ പ്രകമ്പനത്തിന് പിന്നാലെ ചാവക്കാട് സംഭവിച്ച ഭൗമ പ്രതിഭാസത്തിൽ നാട്ടുകാർ ആശങ്കയിലായിരുന്നു. ഭയപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് വിദഗ്ധർ അറിയിച്ചതിന്റെ ആശ്വാസത്തിലാണ് പ്രദേശവാസികൾ. CCTV ന്യൂസ്, ചാവക്കാട്. ഇന്നലെ പ്രകമ്പനമുണ്ടായ തിരുവത്ര പുതിയറയിലെ വീടുകളിൽ ആളുകൾ മാറി താമസിക്കേണ്ട സാഹചര്യമില്ലെന്ന് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് പറഞ്ഞു. നഗരസഭ എഞ്ചിനീയറിംഗ് വിഭാഗമെത്തി പരിശോധനകൾ നടത്തി കെട്ടിടങ്ങൾക്ക് കാര്യമായ ബലക്ഷയം ഉണ്ടായിട്ടില്ലെന്ന് കണ്ടെത്തി. തുടർന്നാണ് ആളുകൾ മാറി താമസിക്കേണ്ടതില്ലെന്ന് നഗരസഭാ അധ്യക്ഷ ഷീജ പ്രശാന്ത് വ്യക്തമാക്കിയത്.
ഇവിടെ ഇപ്പോൾ നടത്തിയ പ്രാഥമിക പരിശോധനയുടെ അടിസ്ഥാനത്തിൽ ആശങ്കപ്പെടേണ്ട യാതൊരു സാഹചര്യവും ഇല്ല എന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. എന്നിരുന്നാലും അത് വിശദമായ പഠനത്തിനു ശേഷം അതിൻ്റെ റിപ്പോർട്ടുകൾ ലഭ്യമാകുന്ന മുറയ്ക്ക് ബാക്കി കാര്യങ്ങളുമായി മുന്നോട്ട് പോകും. ഇപ്പോൾ തൽക്കാലം നമുക്ക് ആശങ്കപ്പെടേണ്ട യാതൊരു സാഹചര്യവും ഇല്ല. ഗുരുവായൂർ ആനത്താവളത്തിൽ ലോറിയിൽ കയറ്റുന്നതിനിടെ ആന ഇടഞ്ഞ് പരിഭ്രാന്തി പരത്തി ദേവസ്വം കൊമ്പൻ അനന്തനാരായണനാണ് ഇടഞ്ഞത്. വൈകിട്ട് 6 മണിയോടെയായിരുന്നു സംഭവം. അരമണിക്കൂറിനകം പാപ്പാന്മാർ ചേർന്ന് ആനയെ തളച്ചു. കടവലൂർ കല്ലുംപുറത്ത് സ്കൂട്ടറും ബൈക്കും കൂട്ടിയിടിച്ച് 2 പേർക്ക് പരിക്ക്. തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയിൽ വെള്ളിയാഴ്ച രാത്രി 7 മണിയോടുകൂടിയായിരുന്നു അപകടം. അപകടത്തിൽ പരിക്കേറ്റ കടവലൂർ സ്വദേശി കളറിക്കൽ രതീഷ്, ചങ്കരംകുളം മാട്ടം സ്വദേശി അസ്ഹർ ചെള്ളയിൽ എന്നിവരെ നാട്ടുകാർ പെരുമ്പിലാവ് അൻസാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇരുവരുടെയും പരിക്ക് ഗുരുതരമല്ല. കുന്നംകുളം പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു. കടമെടുത്ത് സംസ്ഥാനത്തെ കടക്കണിയിലാക്കുക എന്നതാണ് പിണറായി സർക്കാരിന്റെ മുഖമുദ്രയെന്ന് BJP സംസ്ഥാന വക്താവ് അഡ്വക്കേറ്റ് VP ശ്രീപത്മനാഭൻ. തകർന്നു തരിപ്പണമായ തൃശൂർ കുന്നംകുളം റോഡ് പുനർനിർമ്മിക്കുക, സംസ്ഥാന സർക്കാർ അനാസ്ഥ അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് BJP ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച ഏകദിന ഉപവാസ സമരത്തിന്റെ സമാപന സമ്മേളനത്തിൽ മുഖ്യപ്രഭാഷണം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. 57,000 കോടി രൂപ കേന്ദ്ര സർക്കാർ നൽകാനുണ്ടെന്നായിരുന്നു സംസ്ഥാന ഗവൺമെന്റിന്റെ അവകാശവാദം. എന്നാൽ ഒരു നയാ പൈസ പോലും തരാനില്ലെന്ന് കേന്ദ്രം വ്യക്തമാക്കുകയും 2024 മാർച്ച് 31 മുമ്പായി 13,000 കോടി രൂപ വേണമെങ്കിൽ കടം എടുക്കാമെന്നും അറിയിച്ചു. ഇതിനെതിരെ കേരള ഗവൺമെന്റ് കേന്ദ്ര സർക്കാരിനെതിരെ കേസ് കൊടുത്തു. 57,000 കോടി രൂപ തരാനുണ്ടെന്ന് പറഞ്ഞു നൽകിയ കേസ് കോടതിയിൽ വന്നപ്പോൾ കേരള ഗവൺമെന്റിന്റെ അഭിഭാഷകൻ വാദിക്കുന്നത് കിട്ടാനുള്ള 57,000 കോടിയുടെ കാര്യമല്ല, തങ്ങൾക്ക് 28,000 കോടി രൂപ കടം എടുക്കാൻ അനുവദിക്കണമെന്നാണ്. കേരള ഗവൺമെന്റിനെ കൊണ്ട് ആകെ ഗുണമുണ്ടായിരിക്കുന്നത് വക്കീലന്മാർക്കാണ്, അതും സുപ്രീം കോടതി വക്കീലന്മാർക്ക്. അനങ്ങിയാൽ കേസ് കൊടുക്കും. ഗവർണർക്കെതിരെയും കേന്ദ്രത്തിനെതിരെയും ആർക്കെതിരെയും കേസ് കൊടുക്കും. ഒന്നില്ലാതെ എല്ലാ കേസുകളും തോൽക്കുകയാണ്. ഇതുവഴി വലിയ സംഖ്യയാണ് ഖജനാവിൽ നിന്ന് നഷ്ടമായിരിക്കുന്നതെന്നും ശ്രീപത്മനാഭൻ കൂട്ടിച്ചേർത്തു. കേന്ദ്രം പറഞ്ഞു നിങ്ങൾക്ക് 57,000 കോടിയൊന്നും തരാനില്ല, 2024 മാർച്ച് 31 മുമ്പായി 13,000 ചില്ലാനം കോടി രൂപയും കൂടി കടം വേണമെങ്കിൽ എടുക്കാം, അതല്ലാണ്ട് ഒന്നും തരാനില്ല. അനങ്ങിയ കേസ് കൊടുക്കലാണ്. കേരള ഗവൺമെന്റിനെ കൊണ്ട് ഏറ്റവും ഗുണമുള്ള ഉണ്ടായ ഒരു വിഭാഗം ആരാന്ന് ചോദിച്ചാൽ വക്കീൽമാരാണ്. ആ കേസ് കോടതിയിൽ വിളിച്ചപ്പോൾ കേരള ഗവൺമെന്റിന്റെ അഭിഭാഷകൻ വാദിക്കുന്നത് കിട്ടാനുള്ള 57,000 കോടിയുടെ കാര്യമല്ല. എന്താ വാദിച്ചത്? ഞങ്ങൾക്ക് 28,000 കോടി രൂപ കടമെടുക്കാൻ അനുവദിക്കണം. ചൂണ്ടൽ സെന്ററിൽ രാവിലെ 10 മുതൽ വൈകിട്ട് 5 മണി വരെയായിരുന്നു ഉപവാസ സമരം. ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK അനീഷ് കുമാർ അധ്യക്ഷനായി. സംസ്ഥാന സെക്രട്ടറി A നാഗേഷ്, BJP മേഖലാ പ്രസിഡന്റ് V ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ, വൈസ് പ്രസിഡന്റ് അനീഷ് ഇയാൽ, മേഖലാ സെക്രട്ടറി അഡ്വക്കേറ്റ് രവികുമാർ ഉപ്പത്ത്, ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് KR ഹരി, ജസ്റ്റിൻ ജേക്കബ്, ജില്ലാ ട്രഷറർ അനീഷ് മാസ്റ്റർ, AR അജിഘോഷ്, PK സാബു, ജോസഫ് പടമാടൻ തുടങ്ങിയവർ സംസാരിച്ചു. രാവിലെ BJP സംസ്ഥാന പ്രസിഡന്റ് K സുരേന്ദ്രൻ ഉപവാസ സമരം ഉദ്ഘാടനം ചെയ്തു. CCTV ന്യൂസ്, കേച്ചേരി. കുന്നംകുളം മധുരക്കുളം റോഡിൽ നിന്ന് തൃശൂർ റോഡിലേക്ക് കയറുന്നതിനിടെ കണ്ടെയ്നർ ലോറിയിൽ നിന്ന് ഇരുമ്പ് പൈപ്പുകൾ റോഡിൽ വീണു. വെള്ളിയാഴ്ച വൈകിട്ട് 5:30 സംഭവം. വാഹനം പെട്ടെന്ന് ബ്രേക്ക് ഇട്ടതോടെ വാഹനത്തിലെ ഇരുമ്പ് പൈപ്പുകൾ റോഡിൽ ചിതറി വീഴുകയായിരുന്നു. ലോറിക്ക് പിറകിൽ ഈ സമയം മറ്റു വാഹനങ്ങൾ ഇല്ലാതിരുന്നതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത്. തുടർന്ന് ചുമട്ട് തൊഴിലാളികളുടെ നേതൃത്വത്തിൽ ഏറെ നേരത്തെ പരിശ്രമങ്ങൾക്കൊടുവിലാണ് ഇരുമ്പ് പൈപ്പുകൾ ലോറിയിൽ കയറ്റാനായത്. മേഖലയിൽ ഭാഗികമായി ഗതാഗതം തടസ്സപ്പെടുകയും ചെയ്തു. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ കുന്നംകുളം ഭദ്രാസനത്തിന്റെ ആഭിമുഖ്യത്തിൽ ഗുരുവായൂർ കോട്ടപ്പടിയിൽ ആരംഭിക്കുന്ന അഭയഭവൻ വയോജന കേന്ദ്രത്തിന്റെ കൂദാശ ഞായറാഴ്ച നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ ഗുരുവായൂരിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കോട്ടപ്പടി അങ്ങാടി റോഡിൽ ചെമ്മണ്ണൂർ ഡേവിഡ്സൺ മെമ്മോറിയൽ ആശുപത്രി ബിൽഡിംഗിൽ വൈകിട്ട് 4 മണിക്ക് നടക്കുന്ന ചടങ്ങിൽ മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവയും യൂലിയോസ് തിരുമേനിയും സംയുക്തമായി അഭയഭവൻ ആശീർവദിക്കും. തുടർന്ന് നടക്കുന്ന പൊതുസമ്മേളനം മന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്യും. AC മൊയ്തീൻ MLA മുഖ്യാതിഥിയാകും. വിവാഹം കഴിക്കാത്തവരും മക്കളില്ലാത്തവരുമായ വയോജനങ്ങളെയാണ് സൗജന്യമായി സംരക്ഷിക്കുക. 75 പേർക്കുള്ള താമസ സൗകര്യമുണ്ടെങ്കിലും ആദ്യഘട്ടത്തിൽ 20 പേരെയാണ് സംരക്ഷിക്കുക. ഭദ്രാസന സെക്രട്ടറി ഫാദർ ജോസഫ് ചെറുവത്തൂർ, അഭയഭവൻ ഡയറക്ടർ ഫാദർ ഷിജു കാട്ടിൽ, സ്റ്റാൻലി C സൈമൺ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു.
ഒരുമണിയൂർ HMC നഗറിൽ കളിക്കുന്നതിനിടെ കാൽവഴുതി തോട്ടിൽ വീണ സുഹൃത്തിനെ രക്ഷിച്ച് മാതൃക കാട്ടിയ വിദ്യാർത്ഥികൾക്ക് ആദരം. മുല്ലപ്പള്ളി സ്മിനേഷ് രേഷ്മ ദമ്പതികളുടെ മകനായ സായി കൃഷ്ണയെയും മാളിയേക്കൽ വിനോദ് വിജിത ദമ്പതികളുടെ മകനായ ആദർശിനെയും HMC തച്ചുകുന്നിന്റെ പ്രസിഡന്റ് ജാബിർ, സെക്രട്ടറി ഷബീർ, ട്രഷറർ രാജൻ എന്നിവരുടെ നേതൃത്വത്തിൽ ഉപഹാരം നൽകി ആദരിച്ചു. HMC തച്ചങ്കുന്നിന്റെ മറ്റ് ഭാരവാഹികളും സംബന്ധിച്ചു. വേലൂർ മണിമലർക്കാവ് പഴയങ്ങാടി റോഡരികിൽ നിന്നും കഴിഞ്ഞ ദിവസം രാത്രി മലമ്പാമ്പിനെ പിടികൂടി. പ്രദേശവാസികളായ സൈമൺ, സനൽ, ജോമോൻ, ഫ്രാൻസിസ്, ജോൺസൺ, അനോജ് എന്നിവരുടെ നേതൃത്വത്തിലാണ് മലമ്പാമ്പിനെ പിടികൂടിയത്. പിടികൂടിയ പാമ്പിനെ പഞ്ചായത്ത് പ്രസിഡന്റ് ഷോബിയുടെ നേതൃത്വത്തിൽ പഴവൂർ ഫോറസ്റ്റ് ഓഫീസിലേക്ക് കൊണ്ടുപോയി. തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയുടെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് മരണം വരെ നിരാഹാര സമരം നടത്തുന്ന SDPI മണലൂർ മണ്ഡലം പ്രസിഡന്റ് ദിലീഫ് അബ്ദുൽ ഖാദറിന്റെ സമരം 12ാം ദിവസം പിന്നിടുന്നു. 5 ദിവസം കേച്ചേരിയിലെ സമരപന്തലിലും ബാക്കി ദിവസങ്ങൾ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിലുമാണ് നിരാഹാരം അനുഷ്ഠിച്ചിരുന്നത്. ശാരീരികാസ്വാസ്ഥ്യത്തെ തുടർന്ന് തൃശൂർ ജില്ലാ മെഡിക്കൽ ഓഫീസർ പരിശോധന നടത്തി. കുന്നംകുളം പോലീസ് സമരത്തിന്റെ 5ാം ദിവസം ദിലീഫിനെ അറസ്റ്റ് ചെയ്ത് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. താലൂക്ക് ആശുപത്രിയിലും നിരാഹാര സമരം തുടരുകയാണ്. ജൂലൈ 29 തിങ്കളാഴ്ച മുതലാണ് കേച്ചേരി സെന്ററിൽ ശക്തമായ മഴയെ വകവയ്ക്കാതെ ദിലീഫ് മരണം വരെ നിരാഹാര സമരം ആരംഭിച്ചത്. പുതിയ കരാറിന്റെ പേര് പറഞ്ഞ് റോഡ് നിർമ്മാണം നീട്ടിക്കൊണ്ടുപോകുന്നത് ജനങ്ങളോടുള്ള വഞ്ചനയാണെന്നും കുഴിയടയ്ക്കാനെന്ന് പറഞ്ഞ് 29 ലക്ഷം രൂപ അനുവദിച്ച സർക്കാർ നടപടി ജനങ്ങളുടെ പ്രതിഷേധം തണുപ്പിക്കാനുള്ള നടപടിയായിരുന്നുവെന്നും ദിലീഫ് പറഞ്ഞു. ആ പണി അവിടെ നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ മറ്റ് അവിടെ മുതലുള്ള മുഴുവൻ റോഡുകളുടെയും ആ പണി അവിടെ നിന്നും അവിടെ മുതലുള്ള റോഡുകളുടെ മുഴുവൻ അവസ്ഥ ശോചനീയമായി തുടങ്ങാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. അതിൽ പ്രധാനമായും ചൂണ്ടൽ മുതൽ തൃശ്ശൂർ വരെയുള്ള പ്രദേശത്ത് വളരെ പ്രയാസകരമായ ജീവിതമായിട്ട് ആളുകൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കാൻ വർഷങ്ങളായി. ഒന്നുകിൽ ഇത്രയും ഒരു വലിയൊരു സമരത്തിലിറങ്ങി 10,000ങ്ങളുടെ പ്രശ്നം ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്ന ഒരു യുവാവിനോട് ആ നിരാഹാരം അനുഷ്ഠിക്കുന്നതിനോട് ഇതിൻ്റെ കാരണമെന്ന് പറയാനോ അധികാരികളൊന്ന് അതുമായി സംസാരിക്കാൻ പോലും തയ്യാറായിട്ടില്ല എന്ന് പറയുന്നത് എന്നോടുള്ളൊരു നിഷേധമായിട്ടല്ല ഞാനത് മറിച്ച് 10,000കണക്കിന് വരുന്ന ആ സർക്കാർ ഇന്ന് ആരാണ് ഭരിക്കുന്നത് ആ സർക്കാരിനെയും അവർക്ക് വേണ്ടി സർക്കാരിൻ്റെ പ്രവർത്തനം ആവശ്യമായ നികുതി കൊടുത്തുകൊണ്ടിരിക്കുന്ന നികുതിദാതാക്കളായിട്ടുള്ള പാവപ്പെട്ട ജനങ്ങളെയാണ് അവർ തമസ്കരിക്കുന്നതെന്ന് മാത്രമായി സാഹചര്യം പറയാം. റോഡ് സഞ്ചാരയോഗ്യമാക്കാൻ ഈ തുക അപര്യാപ്തമാണെന്നും കുഴിയടയ്ക്കാനെന്ന പേരിൽ ക്വാറി വേസ്റ്റ് പഴയ റോഡ് പൊളിച്ചതിന്റെ അവശിഷ്ടങ്ങൾ ഉൾപ്പെടെ റോഡിൽ തള്ളിയതുമൂലം പൊടിശല്യം രൂക്ഷമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പരിസരവാസികളെയും യാത്രക്കാരെയും കൂടുതൽ ദ്രോഹിക്കുന്ന നടപടി സർക്കാർ തുടരുകയാണെന്നും ഈ സാഹചര്യത്തിൽ ജനങ്ങളുടെ ന്യായമായ അവകാശം നേടിയെടുക്കാനാണ് റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് സമരം സംഘടിപ്പിക്കുന്നതെന്നും ദിലീഫ് പറഞ്ഞു. CCTV ന്യൂസ് കുന്നംകുളം. കൊച്ചിയിൽ നടക്കാനിരിക്കുന്ന സംസ്ഥാന സ്കൂൾ കായികോത്സവത്തിന്റെ മുന്നോടിയായി തിരുവത്ര പുത്തൻകടപ്പുറം ഗവൺമെന്റ് ഫിഷറീസ് UP സ്കൂൾ വിദ്യാർത്ഥികൾ നടത്തിയ വിളംബര റാലി ശ്രദ്ധേയമായി. ഒളിമ്പിക്സ് മാതൃകയിൽ കേരള സ്കൂൾ ഒളിമ്പിക്സ് കൊച്ചി 2024 എന്ന പേരിൽ നവംബർ 4 മുതൽ 11 വരെ എറണാകുളം ജില്ലയിലാണ് ഇക്കുറി സംഘടിപ്പിക്കുന്നത്. സ്കൂൾ ലീഡർ ഉമ്മുൽ ഹയ, മിറാഷ്, തമന്ന, ലിസാന, അവന്തിക, ഐഷ ഷഹീർ, ഹനിയ ഫാത്തിമ, ഇബ്രാഹിം ബാദുഷ, റിസ നസ്രീൻ, മുഹമ്മദ് അനീസ് തുടങ്ങിയ വിദ്യാർത്ഥികൾ നേതൃത്വം നൽകി. സംസ്ഥാന സ്കൂൾ കായികോത്സവം ഓരോ 4 വർഷം കൂടുമ്പോഴും ഒളിമ്പിക്സ് മാതൃകയിൽ നടത്തുവാൻ കഴിഞ്ഞ വർഷമാണ് തീരുമാനിച്ചത്. രാജ്യത്ത് ആദ്യമായിട്ടാണ് സ്കൂൾ കായികോത്സവം ഒളിമ്പിക്സ് മാതൃകയിൽ ഒരുക്കുന്നത്. സവിശേഷ പരിഗണന അർഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി രാജ്യത്ത് ആദ്യമായി തന്നെ ഇൻക്ലൂസീവ് സ്പോർട്സ് കായികോത്സവം ഈ വർഷം മുതൽ നടക്കും. കേരള ടാക്സി ഡ്രൈവേഴ്സ് ഓർഗനൈസേഷൻ KTDO KL48 വടക്കാഞ്ചേരി സോൺ ജനറൽ ബോഡിയും അനുമോദന യോഗവും എരുവപ്പെട്ടി പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ സംഘടിപ്പിച്ചു. അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ VB സനീഷ് ഉദ്ഘാടനം ചെയ്തു. KTDO സോൺ പ്രസിഡന്റ് ബിജു പഴയന്നൂർ അധ്യക്ഷനായി. സംസ്ഥാന സെക്രട്ടറി AP ബാഹുലയൻ മുഖ്യപ്രഭാഷണം നടത്തി. GOJ വാഴപ്പള്ളി ബോധവൽക്കരണ ക്ലാസ് എടുത്തു. SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ സംഘടനാംഗങ്ങളുടെ മക്കളെ അനുമോദിക്കുകയും സീനിയർ അംഗങ്ങളെ ആദരിക്കുകയും ചെയ്തു. ജോയിന്റ് സെക്രട്ടറി ബിജു ചെറുതുരുത്തി, ട്രഷറർ ഉണ്ണി നെല്ലുവായി എന്നിവർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. സംസ്ഥാന ട്രഷറർ സജീഷ് ഗുരുവായൂർ, ജില്ലാ പ്രസിഡന്റ് ശ്രീനി വെളിയത്ത്, വൈസ് പ്രസിഡന്റ് ശ്രീകുമാർ വടക്കാഞ്ചേരി, സെക്രട്ടറി ആഷിഖ് ഗുരുവായൂർ, സുജിത് കൊടുങ്ങല്ലൂർ, മഹേഷ് തമ്പുരാൻപടി, മൊയ്തീൻ വെട്ടിക്കാട്ടിരി, സത്യൻ പഴയന്നൂർ തുടങ്ങിയവർ സംസാരിച്ചു. പുതിയ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പും സത്യപ്രതിജ്ഞയും നടന്നു. CCTV ന്യൂസ് എരുമപ്പെട്ടി. കുന്നംകുളം ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയുടെ സഹകരണത്തോടെ നഗരസഭയിലെ കിഴൂർ പകൽ വീട്ടിൽ സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു.
നഗരസഭാ വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. വാർഡ് കൗൺസിലർ സജിനി പ്രേമൻ അധ്യക്ഷയായ യോഗത്തിൽ മെഡിക്കൽ ഓഫീസർ മിഥു കെ തമ്പി, വയോമിത്രം പ്രസിഡന്റ് ഗോപിനാഥ എന്നിവർ സംസാരിച്ചു. ക്യാമ്പിൽ പരിശോധനകൾക്ക് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ മിഥു കെ തമ്പി, ഡോക്ടർ ഗ്രേസ് എന്നിവർ നേതൃത്വം നൽകി. ആശാവർക്കർമാർ, ഹോസ്പിറ്റൽ അസിസ്റ്റന്റുമാർ തുടങ്ങിയവർ ക്യാമ്പിന് നേതൃത്വം വഹിച്ചു. സൗജന്യ മരുന്ന് വിതരണവും ഉണ്ടായിരുന്നു. എരുമപ്പെട്ടി കുണ്ടന്നൂർ എരിഞ്ഞിക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ഇല്ലം നിറയും ആനയൂട്ടും നടന്നു. ക്ഷേത്രം തന്ത്രി ആവണപ്പറമ്പ് പ്രദീപൻ നമ്പൂതിരിപ്പാട് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. മേൽശാന്തി MS നാരായണൻ അയ്യർ, കോമരം മണി, ഭാരവാഹികളായ രവിനാരായണൻ, രാജൻ പുഴങ്കര, സേതുമാധവൻ പുഴങ്കര, ഉണ്ണികൃഷ്ണൻ, ഹരി, ആദർശ് പരമേശ്വരൻ, പ്രതീഷ്, മനോജ് എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. കുനമുച്ചി പീപ്പിൾസ് സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പ് ഞായറാഴ്ച സംഘടിപ്പിക്കും. ബാങ്കിന്റെ പ്രവർത്തനം ആരംഭിച്ച് 75 വർഷം പിന്നിടുന്നതിന്റെ ഭാഗമായി ചൂണ്ടൽ ഗോൾഡൻ പാലസ് ഓഡിറ്റോറിയത്തിൽ രാവിലെ 9 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ നടക്കുന്ന ക്യാമ്പിൽ അലോപ്പതി, ആയുർവേദം, ഹോമിയോ, യുനാനി, നേത്രവിഭാഗം പരിശോധനകൾ ഉണ്ടായിരിക്കും. ക്യാമ്പിന്റെ ഉദ്ഘാടനം ചൂണ്ടൽ സെന്റ് ജോസഫ് ആശുപത്രിയിലെ ജനറൽ സർജൻ ഡോക്ടർ ഷാജി ഭാസ്കർ നിർവഹിക്കും. ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിൽ അധ്യക്ഷയാകും. ഔഷധ കഞ്ഞിക്കുട്ടിന്റെ വിതരണോദ്ഘാടനം അഷ്ടാംഗം ആയുർവേദ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ആലത്തിയൂർ നാരായണൻ നമ്പി നിർവഹിക്കും. കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയൻ മുഖ്യാതിഥിയാകും. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KG പ്രമോദ്, കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NS ധനൻ, കുന്നംകുളം താലൂക്ക് സഹകരണ വകുപ്പ് അസിസ്റ്റന്റ് രജിസ്ട്രാർ NS ആരാധന, ചൂണ്ടൽ സെന്റ് ജോസഫ് ആശുപത്രി അഡ്മിനിസ്ട്രേറ്റർ സിസ്റ്റർ ചെറുപുഷ്പം തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിക്കും. CCTV ന്യൂസ് കേച്ചേരി. ഗുരുവായൂർ ക്ഷേത്ര സന്നിധിയിൽ ഷൺമുഖ പ്രിയ ഫൗണ്ടേഷനും സ്കൂൾ ഓഫ് ഗീതാ ഗോവിന്ദവും സംയുക്തമായി ഞായറാഴ്ച സമ്പൂർണ്ണ അഷ്ടപതി മഹാസമർപ്പണം നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. തെക്കേ നടയിലെ ശ്രീ ഗുരുവായൂരപ്പൻ ഓഡിറ്റോറിയത്തിൽ രാവിലെ 8 മണി മുതൽ 11:30 വരെയാണ് സമർപ്പണം. ഗുരുവായൂർ ക്ഷേത്രമൂരാളൻ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് ഉദ്ഘാടനം നിർവഹിക്കും. 12ാം നൂറ്റാണ്ടിലെ ജയദേവ മഹാകവി രചിച്ച അഷ്ടപതി എന്ന ശൃംഗാര മഹാകാവ്യത്തിന്റെ സമർപ്പണത്തിൽ 400ഓളം സംഗീതജ്ഞർ പങ്കാളികളാകും. 14 വർഷമായി നടക്കുന്ന സമർപ്പണത്തിൽ 1000ഓളം പേർക്ക് അഷ്ടപതി സംഗീതം പഠിപ്പിക്കാൻ കഴിഞ്ഞുവെന്ന് സംഘാടകർ പറഞ്ഞു. ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള ഗായകരാണ് പങ്കെടുക്കുക. ഷൺമുഖപ്രിയ ഫൗണ്ടേഷൻ ചെയർമാൻ മഹേഷ് അയ്യർ, മാനേജിംഗ് ട്രസ്റ്റി അനുരാധ മഹേഷ്, K മനോഹരൻ, VS സുനീവ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. പാടശേഖരം വെള്ളക്കെട്ടിൽ മുങ്ങിയെങ്കിലും കതിരുകൾക്ക് നാശം വരാതെ 100 മേനി വിളഞ്ഞതിനാൽ കൂടുതൽ ക്ഷേത്രങ്ങളിലേക്കുള്ള ഇല്ലം നിറയ്ക്കായി കതിർക്കറ്റകൾ തയ്യാറാക്കുന്നതിന് തിരക്കിലാണ് ചെമ്മന്തട്ട ബാബു ആലാട്ടും കൃഷ്ണൻകുട്ടി ആലാട്ടും. ക്ഷേത്രങ്ങളിൽ നടത്തിവരുന്ന പവിത്രമായ ഇല്ലം നിറയ്ക്ക് അങ്ങനെ ആശ്വാസമാവുകയാണ് ചെമ്മന്തട്ടയിലെ ആലാട്ടുകാരുടെ കൃഷിയിടം. കനത്ത മഴയിലുണ്ടായ വെള്ളക്കെട്ടിൽ പലയിടത്തും ഇല്ലം നിറയ്ക്കായി കൃഷി ചെയ്ത കതിർക്കറ്റകൾ മുങ്ങിത്താഴ്ന്നു. ഏറ്റുമാനൂർ, ശബരിമല, ഗുരുവായൂർ തുടങ്ങി കേരളത്തിലെ 500ഓളം പ്രധാന ക്ഷേത്രങ്ങളിലേക്കാണ് ഇവിടെ നിന്നും കതിർക്കറ്റകൾ കൊണ്ടുപോയിരുന്നത്. എന്നാൽ ഇത്തവണ പലയിടത്തും പാടശേഖരങ്ങൾ വെള്ളത്തിൽ മുങ്ങിയതിനാൽ മിക്ക ക്ഷേത്രങ്ങൾക്കും കതിരുകൾ ലഭിക്കാത്ത സാഹചര്യമാണുണ്ടായത്. വ്രതശുദ്ധിയോടെ ഒരുക്കിയ കതിരുകൾ ക്ഷേത്രങ്ങളിൽ എത്തിച്ചുകൊണ്ട് പ്രകൃതിക്ഷോഭത്തിൽ വന്ന കതിരുകളുടെ ക്ഷാമത്തെ മറികടക്കാൻ സാധിച്ചതിൽ കൃതാർത്ഥരാണെന്ന് ചെമ്മന്തിട്ട പാടശേഖരത്തിലെ കൃഷിക്കാരായ ആലാട്ടുകാർ പറയുന്നു. സമൂഹം പരിഷ്കാരങ്ങൾ പിന്നിടുമ്പോഴും ശാസ്ത്ര പുരോഗതിയിലൂടെ വളരുന്നുവെങ്കിലും സമ്പൽ സമൃദ്ധിയുടെ അടയാളമായി നിലകൊള്ളുന്ന ഇല്ലം നിറയെ ചേർത്തു പിടിക്കുന്ന സംസ്കാരം ഇന്നുമുണ്ട്. അതുകൊണ്ടുതന്നെ കതിരുകൾക്ക് ക്ഷാമം നേരിടുന്ന സാഹചര്യത്തിലും പുത്തൻ തലമുറയുടെ വീടുകളിലും സ്ഥാപനങ്ങളിലും കതിരുകൾ എത്തിക്കാനുള്ള ശ്രമത്തിലാണ് ഇവർ. CCTV ന്യൂസ് വേലൂർ. തൃശൂർ ജില്ലാ റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്പിൽ എരുമപ്പെട്ടി സ്വദേശി ഫിസ അയ്യൂനി സ്വർണ്ണ മെഡലും മികച്ച താരത്തിനുള്ള പുരസ്കാരവും സ്വന്തമാക്കി. 15 വയസ്സിന് താഴെയുള്ളവരുടെ 39 കിലോഗ്രാം വിഭാഗത്തിലാണ് മെഡൽ നേട്ടം. എരുമപ്പെട്ടി കല്ലിങ്ങലകത്ത് ഹുസൈൻ ഫാത്തിമ ദമ്പതികളുടെ മകളാണ്. എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിനിയുമാണ്. ഗുരുവായൂർ ചെസ് അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ ഓൾ കേരള സ്കൂൾ ചെസ് ടൂർണമെന്റ് സംഘടിപ്പിച്ചു. ഗുരുവായൂർ ശ്രീകൃഷ്ണ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന മത്സരത്തിൽ 400ഓളം പേർ പങ്കെടുത്തു. രക്ഷിതാക്കൾക്കും മത്സരമുണ്ടായിരുന്നു. മാള ഡോക്ടർ രാജു ഡേവിസ് ഇന്റർനാഷണൽ സ്കൂൾ ഓവറോൾ ചാമ്പ്യന്മാരായി
ഗുരുവായൂർ നഗരസഭ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ സായിനാഥൻ, ഗുരുവായൂർ പോലീസ് SHO സി പ്രേമാനന്ദകൃഷ്ണൻ എന്നിവർ ചേർന്ന് വിജയികൾക്ക് സമ്മാനങ്ങൾ നൽകി. അക്കാദമി പ്രസിഡന്റ് ബിജു അമ്പാടി, ടൂർണമെന്റ് കൺവീനർ കെ അശ്വിൻ, അശ്വതി പി നായർ, അശ്വതി സാജൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. KPSTA കുന്നംകുളം ഉപജില്ല സ്വദേശ് മെഗാ ക്വിസ് മത്സരം സംഘടിപ്പിച്ചു. ചിറളയം ബദിനി കോൺവെന്റ് ഗേൾസ് സ്കൂളിൽ നടത്തിയ മത്സരത്തിന്റെ ഉദ്ഘാടനം കുന്നംകുളം നഗരസഭാ കൗൺസിലർ ബിജു സി ബേബി നിർവഹിച്ചു. KPSTA കുന്നംകുളം ഉപജില്ലാ സെക്രട്ടറി സുജ അധ്യക്ഷത വഹിച്ചു. തൃശൂർ റവന്യൂ ജില്ലാ ട്രഷറർ ശ്രീ പത്മനാഭൻ, ചാവക്കാട് വിദ്യാഭ്യാസ ജില്ലാ സെക്രട്ടറി ലാൽ ബാബു, സംസ്ഥാന നേതാക്കളായ ഗോപാലകൃഷ്ണൻ, റെനി പീറ്റർ, ജി ബ്ലസ്, സെബിൻ, ആൽബർട്ട് തമ്പി, ഉപജില്ലാ സെക്രട്ടറി പ്രജീഷ് തമ്പി, ഉപജില്ലാ ട്രഷറർ ഷാജിമോൻ എന്നിവർ സംസാരിച്ചു. മത്സരത്തിലെ വിജയികൾക്ക് സമ്മാനദാനം നടത്തി. ചാവക്കാട് കൺസോൾ മെഡിക്കൽ ചാരിറ്റബിൾ ട്രസ്റ്റ് സംഘടിപ്പിച്ച NRI അസോസിയേറ്റ് മീറ്റ് കേരള പ്രവാസി വെൽഫെയർ ബോർഡ് ചെയർമാൻ KV അബ്ദുൽ ഖാദർ ഉദ്ഘാടനം ചെയ്തു. സാമൂഹ്യ പ്രവർത്തനം എന്നുള്ളത് അത് ഏറ്റവും അനിവാര്യമായ ജീവകാരുണ്യ തലത്തിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞു എന്നതാണ് കൺസോൾ അതിൻ്റെ ചരിത്രത്തിൽ നൽകിയിട്ടുള്ള ഏറ്റവും വലിയ സംഭാവന എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കൺസോൾ പ്രസിഡന്റ് ജമാൽ താമരത്ത് അധ്യക്ഷത വഹിച്ചു. കോർപ്പറേറ്റ് ബിസിനസ് കൺസൾട്ടന്റും പ്രശസ്ത മോട്ടിവേറ്ററുമായ ഷെരീഫ് കൈതക്കൽ കൺസോളിംഗ് ദി ഫ്യൂച്ചർ എന്ന വിഷയത്തിൽ മുഖ്യപ്രഭാഷണം നടത്തി. കൺസോൾ വൈസ് പ്രസിഡന്റ് ഹക്കീം ഇംബാർക്ക് വയനാട് ഉരുൾപൊട്ടലിൽ ജീവൻ പൊലിഞ്ഞ ജനതയ്ക്ക് ആദരാഞ്ജലിയും ഉറ്റവർക്ക് മനഃശാന്തി ലഭിക്കുവാനുള്ള പ്രാർത്ഥനാ സന്ദേശവും എഴുതി വായിച്ചു. കൺസോൾ ജനറൽ സെക്രട്ടറി PM അബ്ദുൾ ഹബീബ് ആമുഖ പ്രഭാഷണം നടത്തി. ട്രഷറർ വി കാസിം ഭാവി പ്രൊജക്ട് അവതരണം നടത്തി. അസോസിയേറ്റ് NRI മീറ്റ് ചെയർമാൻ മുബാറക് ഇംബാർക്ക്, സെക്രട്ടറി K ഷംസുദ്ദീൻ, ട്രസ്റ്റിമാരായ സുകുമാരൻ മാസ്റ്റർ, ജനീഷ് CM, നൌഷാദ് അലി, അബ്ദുമാഷ്, സ്റ്റാഫ് അംഗങ്ങളായ ധന്യ, സൈനബ എന്നിവർ നേതൃത്വം നൽകി. ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ മാനേജിംഗ് കമ്മിറ്റി മെമ്പർ അബൂബക്കർ, വിവിധ ചാപ്റ്റർ അംഗങ്ങളായ ഡോക്ടർ യൂസഫ് കരിക്കയിൽ, സാദിഖ് അലി ഓങ്ങൽ, ഹാറൂൺ കണ്ണാട്ട്, KH താഹിർ, ജംഷീർ, അമീർ പാലയൂർ, RS മെഹബൂബ് തുടങ്ങിയവർ സംബന്ധിച്ചു. CCTV ന്യൂസ് ചാവക്കാട്. ചെറുവത്താനി നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ ആനയൂട്ടും ഇല്ലം നിറയാഘോഷവും നടന്നു. അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തോടെ ചടങ്ങുകൾ ആരംഭിച്ചു. തുടർന്ന് ഇല്ലം നിറയുടെ കതിരുകൾ ക്ഷേത്ര മുഖമണ്ഡപത്തിലേക്ക് വാദ്യഘോഷങ്ങളുടെ അകമ്പടിയോടെ എഴുന്നള്ളിച്ചു. പൂജകൾക്ക് ശേഷം കതിരുകൾ ദേവന്മാർക്ക് ചാർത്തുകയും ഭക്തർക്ക് വിതരണം ചെയ്യുകയും ചെയ്തു. ഗജഘോഷയാത്ര ആറാട്ടുകടവ് ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിച്ചു. ഗജപൂജ, ഘോഷയാത്ര, ഊട്ട് എന്നിവയിൽ 8 കരിവീരന്മാർ പങ്കാളികളായി. വിശേഷാൽ പൂജകൾക്ക് ക്ഷേത്രം തന്ത്രി മഠത്തിൽ മുണ്ടയൂർ അഗ്നിശർമ്മൻ നമ്പൂതിരി, മേൽശാന്തി പിള്ളനേഴി പ്രസാദ് നമ്പൂതിരി എന്നിവർ കാർമ്മികരായി. ക്ഷേത്രം സേവാസമിതി പ്രസിഡന്റ് KN ഷാജി, സെക്രട്ടറി VR പ്രവീൺ, പുരാഘോഷ കമ്മിറ്റി ഭാരവാഹികൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. കാട്ടകാമ്പാൽ കാഞ്ഞിരത്തെങ്കൽ MG സ്കൂളിൽ ഓല കൊണ്ടുള്ള കളിപ്പാട്ടങ്ങളുടെ പ്രദർശനം ഒരുക്കി. 1ാം ക്ലാസ്സിലെയും നഴ്സറി ക്ലാസ്സിലെയും വിദ്യാർത്ഥികളാണ് ചലിക്കുന്ന പാവകൾ, ആഭരണങ്ങൾ, പൂക്കൊട്ടകൾ തുടങ്ങിയവ ഓല കൊണ്ട് ഒരുക്കിയത്. ഹെഡ്മിസ്ട്രസ് ഗ്ലോറി ടീച്ചർ, ഷൈനി തമ്പി, സിസ്റ്റർ റൂത്ത്, സുനി ടീച്ചർ തുടങ്ങിയവർ നേതൃത്വം നൽകി. വായനയിലൂടെ ലഭിക്കുന്ന അറിവുകളെല്ലാം സമൂഹ നന്മയ്ക്ക് ഉതകുന്നതാകണമെന്ന് പ്രശസ്ത ബാലസാഹിത്യകാരൻ K ശ്രീകുമാർ തൃശൂരിൽ നടന്ന പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ഗിഫ്റ്റഡ് ചിൽഡ്രൻ പ്രോഗ്രാമിലെ പുസ്തക വിതരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയാണ് അദ്ദേഹം. ഏതുതരം വായനയും പുതിയ വിജ്ഞാനത്തിലേക്ക് നമ്മെ നയിക്കുമെന്നും വിദ്യാർത്ഥികളുടെ ഇത്തരം അറിവുകൾ എല്ലായ്പ്പോഴും സമൂഹത്തിന്റെ ഉന്നതിക്കും പ്രശ്നപരിഹാരങ്ങൾക്കും വേണ്ടിയുള്ളതാണെന്നുമുള്ള ബോധ്യം വിദ്യാർത്ഥികളിൽ എപ്പോഴും ഉണർന്നിരിക്കേണ്ടതാണെന്ന് K ശ്രീകുമാർ അഭിപ്രായപ്പെട്ടു. തൃശൂർ ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ AK അജിതകുമാരി മുഖ്യാതിഥിയായി. യോഗത്തിൽ മാതൃഭൂമി തൃശൂർ റീജിയണൽ മാനേജർ വിനോദ് P നാരായണൻ സ്വാഗതവും ഇരിങ്ങാലക്കുട വിദ്യാഭ്യാസ ജില്ലാ ഗിഫ്റ്റഡ് ചിൽഡ്രൻ കോർഡിനേറ്റർ M സീന പദ്ധതി വിശദീകരണവും നടത്തി. മാധ്യമപ്രവർത്തകനായ MK കൃഷ്ണകുമാർ, ഗിഫ്റ്റഡ് ചിൽഡ്രൻ പ്രോഗ്രാം കോർഡിനേറ്റർ MV പ്രശോഭ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവ് കൂടിയായ K ശ്രീകുമാർ കുട്ടികളുമായി സംവദിച്ചു. പദ്ധതിയുടെ ഭാഗമായി സൗജന്യമായി ലഭിക്കുന്ന പുസ്തകങ്ങൾ കുട്ടികൾ ഇവരുടെ അഭിരുചിക്കനുസരിച്ച് സ്വയം തെരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. CCTV ന്യൂസ് കുന്നംകുളം. പഴഞ്ഞ ചെറുതുരുത്തി തുപ്പേശ്വര മഹാദേവ ക്ഷേത്രത്തിൽ 6 പതിറ്റാണ്ടിലേറെ ശാന്തിയായി സേവനമനുഷ്ഠിച്ച വാസുദേവൻ ശാന്തി അനുസ്മരിച്ച് ചരമവാർഷികാചരണം സ്വാമി അമയാനന്ദയുടെ നേതൃത്വത്തിൽ
രാവിലെ സ്മൃതി കുടീരത്തിൽ സമൂഹ പ്രാർത്ഥന നടത്തി. ശാന്തിമാരായ വേലായുധൻ, കാവാലം അനന്തുരാജ്, കാവാലം അഖിൽ എന്നിവർ നേതൃത്വം നൽകി. ശ്രീനാരായണ ഗുരു ചെറുതുരുത്തി ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നപ്പോൾ ഒപ്പമുണ്ടായിരുന്ന ബാലനായ വാസുദേവനെ ക്ഷേത്രത്തിന്റെ ചുമതലയ്ക്കായി ഗുരു നിയമിക്കുകയായിരുന്നു. നാടൻ വൈദ്യത്തിൽ അഗാധ പാണ്ഡിത്യമുണ്ടായിരുന്ന വാസുദേവൻ ശാന്തികളുടെ ചികിത്സ തേടി ഒരുപാട് പേർ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നിരുന്നു. ജാതിമത ഭേദമന്യേ എല്ലാവർക്കും മരുന്നുകൾ നൽകി രോഗസൗഖ്യം നൽകിയ വാസുദേവൻ ശാന്തികൾ 1993 അന്തരിച്ചത്. ഗുരുദേവന്റെ ആശയങ്ങൾ സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്നതോടൊപ്പം സമൂഹ ഉന്നമനത്തിനും ആയുർവേദ ചികിത്സയും നടത്തി വന്നിരുന്ന വാസുദേവൻ ശാന്തി നാടിന് മുതൽക്കൂട്ടായിരുന്ന വ്യക്തിത്വമായിരുന്നുവെന്ന് അമേയാനന്ദ സ്വാമികൾ അനുസ്മരിച്ചു. അത് കഴിഞ്ഞ് 1924 രജിസ്ട്രേഷൻ കഴിഞ്ഞു. അതിൻ്റെ 100ാമത്തെ വർഷമാണത്. ആ രജിസ്ട്രേഷൻ കഴിഞ്ഞതിന് ശേഷം വൈകിട്ടായപ്പം ഗുരുദേവൻ പോകാൻ ഇറങ്ങിയപ്പോൾ ചോദിച്ചു, ഞാനെന്ത് ചെയ്യണം? നീ ഇവിടെ നിൽക്കണമെന്നില്ല, ഇവിടെ തന്നെ ബ്രഹ്മചാരിയായിട്ടാണ് 80 വയസ്സോടെ അടുപ്പിച്ചായി. ഇവിടെ 94 ഇവിടെ തന്നെ സമാധിയായി. ഇവിടെയും അദ്ദേഹത്തിന് ആയുർവേദ ട്രീറ്റ്മെൻറ്റൊക്കെ ഉണ്ടായിരുന്നു. നാട്ടുകാർ എന്ത് ആവശ്യമുണ്ടെങ്കിലും ഇവിടെയാണ് ആദ്യം വരുന്നത്. അന്ന് പ്രത്യേകിച്ച് വലിയ അലോപ്പതി ഹോസ്പിറ്റലൊന്നും ഇല്ലായിരുന്നു. എല്ലാവർക്കും ഒരു ഉപദേശകനായിരുന്നു, ഒരു ജഡ്ജിയെ പോലെയായിരുന്നു. എന്ത് കാര്യമുണ്ടെങ്കിലും ദൈവം വന്നിട്ട് ദൈവമാണ് ഡിസൈഡ് ചെയ്യും. അങ്ങനെ ഒരു ത്യാഗിയായിട്ട് ഇവിടെ ജീവിച്ചു. പ്രകൃതിക്ഷോഭത്തിൽ തകർന്നടിഞ്ഞ വയനാട്ടിലെ ദുരിത മേഖലയിലേക്ക് സഹായ പ്രവാഹങ്ങൾ തുടരുകയാണ്. ഒറ്റയ്ക്കും കൂട്ടമായും വ്യക്തികളും സംഘടനകളും ഹൃദയപൂർവ്വം സഹായങ്ങൾ എത്തിക്കുമ്പോൾ സഹജീവി സ്നേഹത്തിലും കരുതലിലും നന്മയുള്ള കേരളം ലോകത്തിന് വീണ്ടും മാതൃകയാവുന്നു. വിശദാംശങ്ങളിലേക്ക്. ഡിവൈഎഫ്ഐ ചിറ്റഞ്ഞൂർ യൂണിറ്റ് പ്രദേശത്തെ വീടുകളിൽ നിന്നും സ്ക്രാപ്പ് ശേഖരണത്തിലൂടെ സമാഹരിച്ച 19,001 രൂപ ഡിവൈഎഫ്ഐ കുന്നംകുളം സൗത്ത് മേഖലാ കമ്മിറ്റിക്ക് കൈമാറി. ഡിവൈഎഫ്ഐ കുന്നംകുളം സൗത്ത് മേഖലാ സെക്രട്ടറി AJ ഷൈജിത്ത്, യൂണിറ്റ് സെക്രട്ടറി EJ ജിതിൻ, പ്രസിഡന്റ് ശാലിനി രതീഷ്, ഡിവൈഎഫ്ഐ പ്രവർത്തകരായ ലിബിൻ, മഞ്ചേഷ്, ലിൻഡു, സജീഷ്, ആദർശ് എന്നിവർ പങ്കെടുത്തു. കേരള പ്രവാസി സംഘം തൃശൂർ ജില്ലാ കമ്മിറ്റി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 2 ലക്ഷം രൂപ സംഭാവന നൽകി. ജില്ലാ സെക്രട്ടറി MK ശശിധരൻ ഏറ്റുവാങ്ങി. പ്രവാസി സംഘം ജനറൽ സെക്രട്ടറി KV അബ്ദുൽ ഖാദറിന്റെ 1 മാസത്തെ MLA പെൻഷൻ തുകയായ 30,000 രൂപയും ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകി. സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ സുലേഖ ജമാൽ, NB മോഹനൻ, അഹമ്മദ് മുല്ല, ശാലിനി രാമകൃഷ്ണൻ, ബാഹുലൈൻ പള്ളിക്കര, വത്സൻ കളത്തിൽ, അബൂബക്കർ മേലയിൽ, മോഹൻദാസ് എലവത്തൂർ തുടങ്ങിയവർ സംസാരിച്ചു. വയനാടിനു വേണ്ടി ജ്യൂസ് ചലഞ്ചുമായി ഒരു കൂട്ടം യുവാക്കൾ. ചാവക്കാട് പ്രവർത്തിക്കുന്ന കഫേ റൂഹ് എന്ന കേറ്ററിംഗ് സർവീസ് നടത്തുന്ന 40ഓളം യുവാക്കളാണ് പണം സ്വരൂപിച്ച് വയനാട്ടിലെ ജനതയ്ക്ക് കൈത്താങ്ങാകുന്നത്. ചാവക്കാട് ബസ് സ്റ്റാൻഡിൽ സജ്ജമാക്കിയ സ്റ്റാളിൽ നിന്നും ഇഷ്ടമുള്ളത് കഴിക്കാം. കണക്കു നോക്കാതെ പണം സ്റ്റാളിൽ സ്ഥാപിച്ച പെട്ടിയിൽ നിക്ഷേപിക്കാം. വൈകിട്ട് 3 മുതൽ 6 വരെയായിരിക്കും പ്രവർത്തനം. തുടർന്ന് പണം സ്വരൂപിച്ച പെട്ടി NK അക്ബർ MLAയ്ക്ക് കൈമാറും. തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകും. നഗരസഭാ കൗൺസിലർ KV ഷാനവാസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. നിസാമുദ്ദീൻ ഇച്ചപ്പൻ, സിയ പാലയൂർ, ഷെലീർ മണത്തല, അൻസിൽ പാലയൂർ, KV സാഗർ, ഹുസൈൻ, അനസ് ബ്ലാങ്ങാട് എന്നിവർ നേതൃത്വം നൽകി. നെല്ലുവായ് CITU യൂണിറ്റിലെ തൊഴിലാളികൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഫണ്ട് കൈമാറി. CPIM സംസ്ഥാന കമ്മിറ്റി അംഗം AC മൊയ്തീൻ MLA, യൂണിറ്റ് സെക്രട്ടറി VA മനോജിൽ നിന്ന് തുക ഏറ്റുവാങ്ങി. പ്രസിഡന്റ് PA ബൈജു, CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി PT ദേവസി, തൊഴിലാളികൾ തുടങ്ങിയവർ പങ്കെടുത്തു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകി എളവള്ളി ശ്രീനാരായണ ഗുരുമന്ദിരം വടക്കുംഭാഗം പൂരാഘോഷ കമ്മിറ്റി. വയനാട്ടിലെ ഉരുൾപൊട്ടലിന്റെ പശ്ചാത്തലത്തിൽ നിരാലംബരായ മനുഷ്യർക്ക് സഹായമെത്തിക്കുന്നതിന്റെ ഭാഗമായാണ് പൂരാഘോഷ കമ്മിറ്റി 25,000 രൂപ സംഭാവന ചെയ്തത്. പൂരാഘോഷ കമ്മിറ്റി സെക്രട്ടറി TV ഹരിദാസിൽ നിന്നും മുരളി പെരുന്നെല്ലി MLA ചെക്ക് ഏറ്റുവാങ്ങി. പ്രസിഡന്റ് രാംദാസ് മാസ്റ്റർ, ആലിക്കൽ മോഹനൻ, ബാജി കുറുമ്പൂർ, PV പവിത്രൻ തുടങ്ങിയവരും ചടങ്ങിൽ സംബന്ധിച്ചു. 2019 പ്രളയക്കെടുതിയുടെ സമയത്തും ശ്രീനാരായണ ഗുരുമന്ദിരം വടക്കുംഭാഗം പൂരാഘോഷ കമ്മിറ്റി 25,000 രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയിരുന്നു. വയനാട്ടിലെ മുണ്ടക്കൈ, ചൂരൽമല പ്രദേശങ്ങളിൽ ജീവൻ രക്ഷാ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും നിരവധി മനുഷ്യശരീരങ്ങൾ കണ്ടെടുക്കുകയും ആദി ഗ്രൂപ്പിന്റെ സേവനം പൂർത്തിയാക്കിയതോടെ തിരികെ നാട്ടിലേക്ക് മടങ്ങിയെത്തുകയും ചെയ്ത പെരുമ്പിലാവിലെ ഐഡിയൽ റിലീഫ് വിംഗ് അംഗത്തിന് ആദരവ് നൽകി. ജമാഅത്തെ ഇസ്ലാമി അക്കിക്കാവ് യൂണിറ്റ് പ്രസിഡന്റ് TV യൂസഫ്, IRW അംഗമായ AK അബ്ദുൽ കരീമിനെ പൊന്നാടയണിയിച്ച് ആദരിച്ചു. കവളപ്പാറ ദുരന്തത്തിലകപ്പെട്ട മനുഷ്യശരീരങ്ങൾ കണ്ടെത്തിയതിലും വിദഗ്ധ രക്ഷാപ്രവർത്തനങ്ങൾക്ക് ഇദ്ദേഹം നേതൃത്വം നൽകിയിരുന്നു. കരളലിയിപ്പിക്കുന്ന കാഴ്ചകൾക്ക് സാക്ഷ്യം വഹിക്കുകയും ദിവസങ്ങളോളം ദുരന്തഭൂമിയിൽ നടത്തിയ സേവന പ്രവർത്തനങ്ങൾക്കുമായിരുന്നു ആദരവ്. KV മുഹമ്മദ്, താജുദ്ദീൻ മൗലവി, മൊയ്തീൻ ബാബ, അബ്ദുൽ ഫത്താഹ് തുടങ്ങിയവർ പങ്കെടുത്തു.
വയനാട്ടിൽ ദുരിതബാധിതരായവർക്ക് വീട് വെച്ച് നൽകാൻ 20 സെന്റ് ഭൂമി നൽകാൻ തയ്യാറായ കാട്ടകാമ്പാൽ പെരുന്തുരുത്തി സ്വദേശി KM റസാഖിനെ യൂത്ത് കോൺഗ്രസ് കുന്നംകുളം നിയോജകമണ്ഡലം കമ്മിറ്റി ആദരിച്ചു. സംസ്ഥാന കമ്മിറ്റി വയനാട് നിർമ്മിച്ചു നൽകുന്ന 30 വീടുകളിലെ അർഹരായ 4 കുടുംബങ്ങൾക്ക് ഭൂമി നൽകാനുള്ള സമ്മതം സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തലിനെ ബുധനാഴ്ചയാണ് റസാഖ് അറിയിച്ചത്. 2018 പ്രളയകാലത്തും 2 കുടുംബങ്ങൾക്ക് വീട് വയ്ക്കുന്നതിന് ഭൂമി നൽകുകയും നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകുകയും ചെയ്ത റസാഖ് സമൂഹത്തിന് മാതൃകയാണെന്ന് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് KPCC മെമ്പർ ജോസഫ് ചാലിശ്ശേരി മാസ്റ്റർ പറഞ്ഞു. ചടങ്ങിൽ യൂത്ത് കോൺഗ്രസ് നിയോജകമണ്ഡലം പ്രസിഡന്റ് മഹേഷ് തിപ്പലശ്ശേരി അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി KC ബാബു, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് CB രാജീവ്, മുൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ K ജയശങ്കർ, കോൺഗ്രസ് കാട്ടകാമ്പാൽ മണ്ഡലം പ്രസിഡന്റ് MM അലി, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷഹീർ തുടങ്ങിയവർ സംസാരിച്ചു. ചാലിശ്ശേരി മാർവൽ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 1 ലക്ഷം രൂപ നൽകി. ശനിയാഴ്ച വൈകിട്ട് മെയിൻ റോഡ് സെന്ററിൽ നടന്ന ചടങ്ങിൽ മന്ത്രി MB രാജേഷിനെ ക്ലബ്ബ് പ്രസിഡന്റ് MM മുഹമ്മദുണ്ണി, സെക്രട്ടറി ബിജു കടവരാത്ത്, ട്രഷറർ സജീഷ് കളത്തിൽ എന്നിവർ ചേർന്ന് ചെക്കു കൈമാറി. ചടങ്ങിൽ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് PR കുഞ്ഞുണ്ണി, പഞ്ചായത്ത് അംഗം VS ശിവാസ്, ക്ലബ്ബ് രക്ഷാധികാരികളായ TK സുനിൽകുമാർ, ജോസ് വടക്കേതലയ്ക്കൽ, ജനാർദ്ദനൻ, TK മണികണ്ഠൻ, പ്രവാസി എക്സിക്യൂട്ടീവ് അംഗങ്ങൾ, നാട്ടുകാർ, ഓട്ടോ ടാക്സി, ചുമട്ടുതൊഴിലാളികൾ തുടങ്ങിയവർ പങ്കെടുത്തു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ മുണ്ടത്തിക്കോട് യൂണിറ്റ് ആദരാഞ്ജലി അർപ്പിച്ചു. ദുരിതബാധിതരെ സഹായിക്കാൻ മുന്നിട്ടിറങ്ങാൻ മുഴുവൻ അംഗങ്ങളും തയ്യാറാകണമെന്ന് കമ്മിറ്റി അഭ്യർത്ഥിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് രാജു മാരാത്ത് അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് K ചന്ദ്രശേഖരൻ, സംസ്ഥാന കൌൺസിലർ TT ബേബി, സെക്രട്ടറി VS ഗോവിന്ദസ്വാമി, ട്രഷറർ CL പിയൂസ് തുടങ്ങിയവർ സംസാരിച്ചു. വേലൂർ സഖാക്കൾ വാട്സ്ആപ്പ് ഗ്രൂപ്പ് വഴി സമാഹരിച്ച 1,11,111 രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി. തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി MB രാജേഷ് ഏറ്റുവാങ്ങി. വേലൂർ സഖാക്കൾ എന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പിലെ അംഗങ്ങളായ 139 പേരിൽ നിന്നാണ് തുക ശേഖരിച്ചത്. ഗ്രൂപ്പ് അഡ്മിന്മാരായ സുനിൽ പള്ളിപ്പാട്ട്, ശകേഷ് മോഹൻ, ചന്ദ്രൻ വേളത്ത്, ജോയ് പുറത്തൂർ, രാജേഷ് പള്ളിപ്പാട്ട്, M പ്രകാശ് എന്നിവർ നേതൃത്വം നൽകി. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് CCTV. വയനാട് ദുരന്തഭൂമിയിൽ നിന്ന് രക്ഷാദൌത്യം കഴിഞ്ഞ് മടങ്ങുന്ന സൈനികർക്ക് പുഷ്പവൃഷ്ടിയുമായി BJP പ്രവർത്തകർ. ചൂണ്ടൽ സെന്ററിലാണ് സൈനികർ സഞ്ചരിച്ചിരുന്ന വാഹനവ്യൂഹത്തെ പുഷ്പവൃഷ്ടിയോടെ വരവേറ്റത്. തൃശൂർ കുന്നംകുളം പാത സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് BJP ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച ഏകദിന ഉപവാസ സമരത്തിനിടെയാണ് ചൂണ്ടൽ സെന്ററിലൂടെ സൈനികരുടെ വാഹനവ്യൂഹം എത്തിയത്. ഇതോടെ സമരപന്തലിലെ BJP നേതാക്കളും പ്രവർത്തകരുമാണ് റോഡിലിറങ്ങി സൈനിക വാഹനവ്യൂഹത്തിന് പുഷ്പവൃഷ്ടി നടത്തിയത്. ദുരന്തഭൂമിയിൽ രക്ഷാപ്രവർത്തനത്തിനായി ബെയിലി പാലം നിർമ്മിച്ചതുൾപ്പെടെ സമാനതകളില്ലാത്ത പ്രവർത്തനങ്ങളാണ് സൈന്യം നടത്തിയത്. ദിനരാത്രങ്ങൾ നീണ്ട സേവനങ്ങൾക്ക് ശേഷം മടങ്ങുന്നതിനിടെയാണ് BJP പ്രവർത്തകർ പുഷ്പവൃഷ്ടി നടത്തിയത്. വയനാട് ഉരുൾപൊട്ടലിൽ മരിച്ചവരുടെ മൃതദേഹങ്ങൾ സംസ്കരിക്കുന്നവരുടെ കൂട്ടത്തിൽ 21-കാരിയുടെ പ്രവർത്തനം ശ്രദ്ധേയമായി. മാറഞ്ചേരി പുളിക്കക്കടവ് സ്വദേശിനി തെക്കേക്കര കായൽ ഷിഫയാണ് മാതൃകാ പ്രവർത്തനത്തിന്റെ ഉടമ. ജീർണിച്ച അവയവങ്ങളറ്റുപോയ മൃതദേഹങ്ങൾ കാണുമ്പോൾ തന്നെ കരളലിയിക്കും. ആ മൃതദേഹങ്ങൾ പരിപാലിച്ച് മറവു ചെയ്യുന്നതിനാണ് 21-കാരിയായ ഷിഫയും പങ്കുചേർന്നത്. ടീം വെൽഫെയറിന്റെ കൂടെയാണ് ഷിഫ വയനാട്ടിലെത്തുന്നത്. മോർച്ചറിയിലാണ് ഷിഫ തന്റെ സേവനം നൽകിയത്. പഴുകിദ്രവിച്ച 5 മൃതശരീരങ്ങളും 26 ശരീരഭാഗങ്ങളുമാണ് എല്ലാവിധ മതചിട്ടകളോടും കൂടി കുളിപ്പിച്ചത്. മനസ്സും ശരീരവും മരവിച്ചുപോയൊരു നിമിഷമെന്നാണ് ഇതിനെക്കുറിച്ച് ഷിഫ പറയുന്നത്. അവിടെ ഒരുപാട് സന്നദ്ധ പ്രവർത്തകരുണ്ട്. അവർ ഇപ്പോൾ എൻ്റെ ഒരു അറിവിൽ അവിടെ ഒരു 3 മോർച്ചറിയാണുള്ളത്. അപ്പോൾ ഓരോ മോർച്ചറിയിലും നമ്മളുടെ പല രീതിയിലുള്ള സന്നദ്ധ പ്രവർത്തകർ അടങ്ങിയിട്ടുള്ളതാണ്. അപ്പോൾ ഓരോരുത്തരും ഓരോരോ ഡ്യൂട്ടീസാണ് ചെയ്തിരുന്നത്. എനിക്ക് മോർച്ചറിയിലായിരുന്നു കിട്ടിയിരുന്ന ഡ്യൂട്ടി. അപ്പോൾ അവിടെ വന്നിട്ടുള്ളപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഏകദേശം ഒരാഴ്ചയോളമായി ഈ ഒരു ഉരുൾപൊട്ടൽ നടന്നിട്ടുള്ളത്. അവിടെ പിന്നെ ബോഡീസ് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നിലമ്പൂരിൽ നിന്ന് വരുന്ന ബോഡീസ് എന്ന് പറയാൻ പറ്റില്ല, ബോഡി പാർട്സാണ് കൂടുതലും വരുന്നത്. വളരെ ജീർണിച്ച അവസ്ഥയിൽ എന്താ പറയുക, മുഖമൊന്നും തിരിച്ചറിയാൻ പറ്റാത്ത ബോഡീസാണ് പല പ്രായത്തിലുള്ള ആൾക്കാരുടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതിൽ കുറേയൊക്കെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്, കണ്ടെത്തിയിട്ടുണ്ട്. അവരുടെ കുടുംബാംഗങ്ങൾ വന്നിട്ട് ആ ഒരു ബോഡി എടുത്തിട്ട് അവരുടെ മതപരമായ രീതിയിൽ അത് മറവ് ചെയ്തിട്ടുണ്ട്. 13 വയസ്സ് മുതൽ ഷിഫ മയ്യത്ത് പരിപാലനം ചെയ്തു വരുന്നുണ്ട്. വല്ലുമ്മയായ മറിയക്കുട്ടിയാണ് ഷിഫയെ സേവന പ്രവർത്തനത്തിന് സജ്ജയാക്കിയത്. ഞാൻ 16 വയസ്സിൽ തുടങ്ങിയിട്ടു. ഇപ്പോൾ എനിക്ക് 78 വയസ്സായിരിക്കണം.
ഇപ്പോഴും ഞാൻ പ്രവർത്തിക്കുന്നുണ്ട്. ഞാൻ തൃശ്ശൂർ മുളങ്കുന്നത്ത് ആസ്പത്രിയിൽ പോസ്റ്റ്മോർട്ടം ചെയ്തതിന് ശേഷം മയ്യത്ത് കുളിപ്പിച്ച് വീട്ടിലേക്ക് വരാൻ 10 മണിയാവും. അവിടുന്ന് വിട്ട് കിട്ടിയിട്ട് ചിലർ ഷിഫ മയ്യത്ത് പരിപാലനം ചെയ്യുന്നതിനെ എതിർത്തിരുന്നു. ഈ പ്രവൃത്തിയിൽ നിന്നും പിൻവാങ്ങാൻ പലരും ആവശ്യപ്പെട്ടെങ്കിലും പിതാവ് ഷിഹാബ് പൂർണ്ണ പിന്തുണ നൽകി. ഒരു 13 വയസ്സ് കഴിഞ്ഞപ്പോഴാണ് ഉമ്മാനായിട്ട് മോളെ കൂട്ടിയത്. അപ്പോൾ എല്ലാവരും ഇല്ല, ചില ആൾക്കാർ ചെറിയ കുട്ടിയാണ്, പല പല ബോഡികളാണല്ലോ, അതിൽ നിന്ന് അസുഖങ്ങൾ പകരും, കുട്ടികളാണ്, പ്രതിരോധ ശക്തി കുറവ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ട് മകള് നെവർ മൈൻഡാക്കി എടുത്ത് സേഫ്റ്റിയൊക്കെ ഉപയോഗിക്കണമല്ലോ, ഗ്ലൗസും അതൊക്കെ ഉപയോഗിക്കലുണ്ട് എന്ന് പറഞ്ഞിട്ട് മകള് തുടരുന്നു. BA മൾട്ടിമീഡിയ വിദ്യാർത്ഥിനിയായ ഷിഫ വുമൺ ജസ്റ്റിസ് മൂവ്മെന്റ് മാറഞ്ചേരി പഞ്ചായത്ത് കൺവീനറാണ്. പെൺകുട്ടികൾ മയ്യത്ത് കുളിപ്പിക്കാൻ മടി കാണിക്കുന്ന കാലത്താണ് മാറഞ്ചേരി സ്വദേശിയായ ഷിഹാബിന്റെയും ഹസീനയുടെയും മകളായ ഷിഫ പുതിയ വെല്ലുവിളി ഏറ്റെടുത്തത്. അപ്പോൾ എല്ലാവരുടെയും പിന്തുണ ഉണ്ട്. ഫ്രണ്ട്സ് ആയാലും ഫാമിലി ആയാലും നാട്ടുകാരായാലും എല്ലാവരുടെ രീതിയിലും നല്ല രീതിയിലുള്ള സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു മയ്യത്ത് കുളിപ്പിക്കുന്ന സ്ത്രീ എന്ന നിലയിൽ ഇപ്പോൾ എല്ലാവരും നമ്മളൊരു സൊസൈറ്റിയിൽ എല്ലാവരും ഒരു കൺസെപ്റ്റ് വെച്ചാൽ അത്യാവശ്യം പ്രായമായിട്ടുള്ളൊരു സ്ത്രീ അങ്ങനെയാണല്ലോ. അപ്പോൾ ഞാനും വല്യമ്മയും കൂടിയിട്ട് ഇങ്ങനെ മരണ വീട്ടിലേക്ക് പോകുമ്പോൾ വല്യമ്മാനെ ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാം, നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം. എന്നെ പുതുതായി കാണുന്നവർ ചോദിക്കും കുട്ടി എന്താ കയറുന്നതെന്നൊക്കെ ചോദിക്കും. അവർ അറിയാണ്ടാണ്, പിന്നെയാണ് അവർക്ക് മനസ്സിലാവുക. അപ്പോൾ അവർ നല്ല രീതിയിൽ തന്നെ നമ്മളെ നല്ല രീതിയിൽ എൻകറേജ് ചെയ്യും, അതേപോലെ നന്നായിട്ട് പ്രശംസിക്കും. CCTV ന്യൂസ് പൊന്നിയർക്കുളം. പഴഞ്ഞി IHDP റോഡരികിൽ പാടത്ത് മാലിന്യം കുമിഞ്ഞുകൂടുന്നു. ആളൊഴിഞ്ഞ പാടത്ത് വ്യാപകമായി മാലിന്യം തള്ളുന്നത് പതിവാവുകയാണ്. വലിയ പ്ലാസ്റ്റിക് കവറുകളിലും ചാക്കുകളിലുമായിട്ടാണ് മാലിന്യം നിക്ഷേപിക്കുന്നത്. പഴഞ്ഞിയിൽ നിന്ന് കാട്ടകാമ്പാൽ രാമപുരം ഭാഗത്തേക്കുള്ള എളുപ്പ വഴിയാണ് ഇത്. ഈ ഭാഗങ്ങളിൽ രാത്രിയിൽ സാമൂഹിക വിരുദ്ധ ശല്യവുമുണ്ടെന്ന് പരാതിയുണ്ട്. മാലിന്യം ചീഞ്ഞു നാറിയതോടെ ദുർഗന്ധവും രൂക്ഷമാണ്. മാലിന്യം തള്ളുന്നവർക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. പെരുമ്പിലാവ് അൻസാർ വിമൻസ് കോളേജിൽ പൂർവ്വ വിദ്യാർത്ഥി സമ്മേളനം നടത്തി. കോളേജ് പ്രിൻസിപ്പൽ ഫരീദ ജെ ഉദ്ഘാടനം ചെയ്തു. 2002 മുതൽ പഠിച്ചിറങ്ങിയ 200ഓളം വിദ്യാർത്ഥികളും മുൻകാലങ്ങളിലെ അധ്യാപകരും ചടങ്ങിൽ പങ്കെടുത്തു. കോളേജ് വൈസ് പ്രിൻസിപ്പൽ ആരിഫ് ടിയെ, കോളേജിലെ മുൻ അധ്യാപകരായ സജീവ് കുറ്റിയിൽ, ലൈല തുടങ്ങിയവർ സംസാരിച്ചു. വിദ്യാർത്ഥികളും അധ്യാപകരും അനുഭവങ്ങൾ പങ്കുവച്ചു. തങ്ങളുടേതായ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച പൂർവ്വ വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിച്ചു. വിവിധ മത്സരങ്ങളും കലാപരിപാടികളും അരങ്ങേറി. മന്ദലാംകുന്ന് ദേശീയപാത 66 കിഴക്ക് സർവീസ് റോഡിൽ പാർക്ക് ചെയ്ത ലോറികൾ യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. അധികൃതർ ആവശ്യമായ നിർദ്ദേശം നൽകി ഇത്തരം പ്രവണതകൾ അവസാനിപ്പിക്കണമെന്ന് SDPI പുന്നൂർക്കുളം പഞ്ചായത്ത് കമ്മിറ്റി ആവശ്യപ്പെട്ടു. ദേശീയപാത നിർമ്മാണ കമ്പനിയായ ശിവാലയുടെ നിരവധി ലോറികളാണ് സർവീസ് റോഡിന് അരികിൽ പാർക്ക് ചെയ്തിരിക്കുന്നത്. വാഹനങ്ങൾക്കും പല ആവശ്യങ്ങൾക്കായി നടന്നു പോകുന്നവർക്കും തൊട്ടടുത്ത മദ്രസയിലേക്ക് എത്തുന്നവർക്കുമെല്ലാം അപകട ഭീഷണിയായ പാർക്കിംഗ് മാറ്റുവാൻ അധികാരികൾ തയ്യാറാകണമെന്ന് SDPI പുന്നൂർക്കുളം പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി തൗഫീഖ് മാലിക്കുളം, സുബൈർ ഐനിക്കൽ, ആഷിഫ് പാപ്പാളി, അഷ്കർ എന്നിവർ ആവശ്യപ്പെട്ടു. സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 6430 രൂപ, സ്വർണം പവന് 51,440 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 88 രൂപ. ചർമ്മം ഒരുമനിയൂർ മാങ്ങോട്ടുപടി ആളൂർ വീട്ടിൽ AK ജോർജ് നിര്യാതനായി. 88 വയസ്സായിരുന്നു. ആളൂക്കാരൻ ഗ്രൂപ്പ് സ്ഥാപകനാണ് പരേതൻ. സംസ്കാരം ഒരുമനിയൂർ ലിറ്റിൽ ഫ്ലവർ ദേവാലയ സെമിത്തേരിയിൽ നടന്നു. ചിറ്റാട്ടുകര ജനശക്തി സെന്ററിൽ താമസിക്കുന്ന പരേതനായ ചീരൻ കൊച്ചപ്പൻ ഭാര്യ അച്ചായി നിര്യാതയായി. 87 വയസ്സായിരുന്നു. സംസ്കാരം ഞായറാഴ്ച വൈകിട്ട് 3 മണിക്ക് ചിറ്റാട്ടുകര സെന്റ് സെബാസ്റ്റ്യൻസ് ദേവാലയ സെമിത്തേരിയിൽ നടക്കും. സണ്ണി, ജോണി, ജോയ്, ബാബു, ഷാബു, ഷാലി എന്നിവർ മക്കളാണ്. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകളിലേക്ക്. മുണ്ടൂരിൽ നിയന്ത്രണം വിട്ട കാർ മതിലിലിടിച്ച് വീട്ടമ്മ മരിച്ചു. 2 പേർക്ക് പരിക്ക്. ഒരാളുടെ നില ഗുരുതരം. മരിച്ചത് കുളത്തുപുഴ സ്വദേശിനി ഷെറീഫ. ഡ്രൈവർ ഉറങ്ങിയതാണ് അപകട കാരണമെന്ന നിഗമനം. ചാവക്കാട് തിരുവത്ര പുതിയറിൽ വലിയ മുഴക്കത്തോടെ ഉണ്ടായ പ്രകമ്പനം. സ്ഥലത്ത് ജിയോളജിക്കൽ വകുപ്പ് സന്ദർശനം നടത്തി. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ജില്ലാ മൈനിങ് ആൻഡ് ജിയോളജി വിഭാഗത്തിലെ ഡോക്ടർ AK മനോജ്.
കടമെടുത്ത സംസ്ഥാനത്തെ കടക്കെണിയിലാക്കുക എന്നതാണ് പിണറായി സർക്കാരിന്റെ മുഖമുദ്രയെന്ന് BJP സംസ്ഥാന വക്താവ് അഡ്വക്കേറ്റ് VP ശ്രീ പത്മനാഭൻ. തകർന്ന് തരിപ്പണമായ തൃശൂർ കുന്നംകുളം റോഡ് പുനർനിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് BJP ജില്ലാ കമ്മിറ്റി ചൂണ്ടലിൽ സംഘടിപ്പിച്ച ഏകദിന ഉപവാസ സമരത്തിന് സമാപനം. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. CCTV നിങ്ങൾക്ക് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും പിന്തുടരാം. പ്രതിദിന വാർത്തകളും പ്രോഗ്രാമുകളും യൂട്യൂബിലും ലഭ്യമാണ്. ഏറ്റവും പുതിയ പ്രാദേശിക വാർത്തകൾക്ക് സന്ദർശിക്കുക www.cctv.online.in. നമസ്കാരം. പഴഞ്ഞി മനന്തൻ വീട്ടിൽ പരേതനായ താവുമകൻ ചിന്നന്റെ 11ാം ചരമവാർഷികം ആചരിക്കുന്നു. പരേതന്റെ ഓർമ്മകൾക്കൊപ്പം ദുഃഖാർത്തരായ കുടുംബാംഗങ്ങൾ.